കായംകുളത്ത് ദേശീയപാതാ നിർമ്മാണം നടക്കുന്നിടത്ത് ഇന്നലെയുണ്ടായ അപകടത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ, മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കലോ, അപകടം ഇനി ഒഴിവാക്കാൻ വേണ്ട തരത്തിലുള്ള എന്തെങ്കിലും നടപടികളോ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ എന്നതാണ് പ്രധാനം. നൂർനാട് സ്വദേശിയായ യുവാവിനാണ് ദാരുണാന്ത്യമുണ്ടായത്. ഓട നിർമ്മാണത്തിനെടുത്ത കുഴികൾ 1.5 വർഷമായി മൂടാതെ കിടക്കുകയാണ്. അത് അപകടങ്ങൾ തുടർക്കഥയാക്കുന്നു എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, ഇന്നലെ ഒരു യുവാവിന് ജീവൻ നഷ്ടമായി. ഒരു അനാസ്ഥയുടെ ഇരയായി ആ ചെറുപ്പക്കാരൻ മാറി. രാത്രിയിലാണ് അപകടമുണ്ടായത്. അവിടെ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ബാരിക്കേഡോ, രാത്രിയാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വെളിച്ചമോ യാതൊരു സംവിധാനവും അവർ ഒരുക്കിയിരുന്നില്ല. അതിൻ്റെ ഇരയായി ഒരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമാവുന്നു. നേരത്തോട് നേരമാവുകയാണ്. ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ അവിടെ ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും ഒരു ജാഗ്രത, എന്തെങ്കിലും ഒരു അനക്കം ആ മേഖലയിൽ ഉണ്ടാവുന്നുണ്ടോ അശ്വിൻ? രജിത്ത്, എന്തായാലും ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം മാത്രമാണ് അവിടെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി ഈ സ്ഥലത്ത് നിന്ന് ആളുകൾ നമുക്ക് ദൃശ്യങ്ങളൊക്കെ എടുത്ത് അയക്കുമ്പോൾ ഈ സർവീസ് റോഡിൽ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നിടത്ത് അപകടകരമായ സാഹചര്യമായിരുന്നിട്ട് പോലും ഒരു ബാരിക്കേഡോ ഒരു റിബണോ ഒന്നും തന്നെ മറച്ചു കെട്ടിയിട്ടില്ല. അവിടെ ഒരു മുന്നറിയിപ്പോ വെളിച്ച സംവിധാനമോ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ ഈ സംഭവത്തിന് ശേഷം നമ്മൾ രാവിലെ അവിടെ എത്തുമ്പോൾ അവിടെ കൃത്യമായി ഈ അപകടം സാധ്യതയുള്ള സ്ഥലത്തേക്ക് ഒരു റിബൺ വലിച്ചു കെട്ടി ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് കുറച്ചുനാൾ മുമ്പേ ചെയ്തിരുന്നെങ്കിൽ 23 വയസ്സുകാരൻ ഇന്നും നമുക്കൊപ്പം ജീവിച്ചിരുന്നേനെ എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. എന്തായാലും അങ്ങനെ ഒരു ബോധം ഇക്കാലം അത്രയും ആ കരാറുകാരന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വിമർശനപരമായി ഇപ്പോൾ ഉയരുന്ന കാര്യവും. ഇന്നലെ ഒരപകടമല്ല ഉണ്ടായത്, അവിടെ സമാനമായ രീതിയിൽ 2 അപകടങ്ങളുണ്ടായി. അതിൽ പരിക്കേറ്റ ഒരു 27 വയസ്സുകാരൻ ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. 1.5 വർഷമായി ഈ ഒരു ഓട അവിടെ മൂടാതെ കിടക്കുന്നത്. ഓട എന്ന് പറയാൻ കഴിയില്ല. ഏകദേശം 1.5 അടി പൊക്കമുള്ള, ഏകദേശം 7 അടിയിൽ മുകളിൽ പൊക്കമുള്ള ഒരു ആഴമുള്ളൊരു ഓടയാണ്. അത് അണ്ടർഗ്രൗണ്ട് ഡെക്റ്റിന് വേണ്ടി പണിതിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ അടിയിലൂടെ കേബിളുകളും മറ്റുമൊക്കെ റോഡിന് മറുവശത്തേക്ക് എത്തിക്കാൻ വേണ്ടി പണിതിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ വലിയൊരു കോൺക്രീറ്റിന്റെ ഒരു നിർമ്മിതിയുണ്ട്. അതിലേക്ക് തലയിടിച്ചാണ് ഈ യുവാവ് ഇന്നലെ മരിക്കുന്നത്, അതീവ ഗുരുതാവസ്ഥയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് വീഴുന്നത് വെള്ളം നിറഞ്ഞു കിടക്കുന്നിടത്തേക്കാണ്. ശ്വാസകോശത്തിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു, ചെളിവെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാസ്ഥ ചെറുതല്ല. ഇനി അങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ പകൽ സമയത്തുള്ള ട്രാഫിക് നിയന്ത്രണമല്ല രാത്രിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് പകൽ ഈ വഴിയിലൂടെ പോയാൽ രാത്രി അതേ രീതിയിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ അപകടം ഉറപ്പാണ്. അതായത് ഈ പകൽ ഒരു സ്ഥലത്ത് ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പ്രവേശനമില്ല എങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ആ വഴി പ്രവേശനം അനുവദിക്കുന്നുണ്ട് രാത്രി. അപ്പം സ്വാഭാവികമായും പകൽ പോയ അതേ ഓർമ്മയിൽ പോയാൽ അപകടം ഉറപ്പാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ ദേശീയപാതയുടെ നിർമ്മാണം മുന്നോട്ട് പോകുന്നത് വലിയ വെല്ലുവിളിയാണ്. അതിന് കൃത്യമായൊരു പരിഹാര മാർഗം, കൃത്യമായ ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ളതാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ അത് നിരന്തരമായി ഉണ്ടാകും, അതൊരു തുടർക്കഥയാകും, വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് ഇത് പോകുമെന്നുള്ളതാണ് ഏവരും നൽകുന്ന മുന്നറിയിപ്പ്.